കൊച്ചിക്കാരുടെ പക്വാൻ ബിരിയാണി. ആഹാ, എന്താ ചന്തം കാണാൻ, നല്ല സ്മെല്ലും. വെൽക്കം ടു അവർ ചാനൽ ജെം ഫൈൻസ് ബൈ ജെമിനി. നിങ്ങൾ വിചാരിക്കണ്ടോ ഞാനിപ്പോൾ ഇത് എവിടെയാണ് നിൽക്കുന്നതെന്നല്ലേ? അതെ, ഫുഡ് തേടിയാണ് ഇന്ന് നമ്മുടെ യാത്ര. നമ്മൾ ഒന്നിച്ച് ആ യാത്രയിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് കൊച്ചിയിൽ ഒരു കിടിലൻ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് കൊച്ചിക്കാരുടെ ഒരു കിടിലൻ ബിരിയാണിയാണ്. അതായത് ഷെഫ് ഫിറോസ് ഖാന്റെ പക്വാൻ ബിരിയാണി. പക്വാൻ ബിരിയാണി പേര് കേൾക്കുമ്പോൾ തന്നെ കൊള്ളാം അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പക്വാൻ ബിരിയാണിയുടെ വിശേഷങ്ങൾ കാണാം. സാർ, എന്താണ് ഈ പക്വാൻ ബിരിയാണി? അപ്പോൾ പക്വാൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണ്. അപ്പോൾ ബേസിക്കലി ഞങ്ങൾ ദഖ്നീസാണ്. ദഖ്നീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസസ്റ്റേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രം ഹൈദരാബാദ്, ലക്നൗ ആ സൈഡിൽ നിന്നൊക്കെയാണ്. കുറേ ഒരു ഡെക്കാൻ എന്നാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന ഉറുദു ആണ്, ദഖ്നി ലാംഗ്വേജ്. അപ്പോൾ പക്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ്. അങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ പ്രൊഫഷൻ ഇതായതുകൊണ്ടും പാഷൻ ഇതായതുകൊണ്ടും അങ്ങനെ ഒരു പേരിടാൻ കാരണം അതാണ്. അപ്പോൾ എൻ്റെതായ ഒരു സിഗ്നേച്ചർ ഡിഷ്. പകുതി കോഴിക്കോടാണ്. നമ്മുടെ മദർ കോഴിക്കോട് നിന്നാണ്. പിന്നെ എൻ്റെ അങ്കിൾസ്, നമ്മുടെ ഫാമിലിയുടെ ഒരു 70% കോഴിക്കോട് വരാം. അതെ അതെ, കോഴിക്കോട് ടച്ച് ഉണ്ട്. ഞാനിവിടെ വന്നപ്പോഴേ മലയാളം ഒന്നും അല്ല കേട്ടോ, ഞാൻ കുറച്ചേരം മേലോട്ട് നോക്കി ഇവരെന്തായി പറയുന്നത്, ഉറുദു ഭാഷയല്ലേ? ഉറുദു, പട്ടാണി ഭാഷ. പട്ടാണീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോടൊക്കെ പട്ടാണീസ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അതുപോലെ കോഴിക്കോടൊക്കെ ഒരു ഫാമിലി എന്ന് പറയുന്നത് അത്തർ സാഹിബ് ഫാമിലി അല്ലേ? അപ്പൊ നമ്മളെ ദമ്മ ഒട്ടിക്കാൻ പോവാണ് പക്വാൻ ബിരിയാണിയുടെ. ആഹാ, എന്താ സ്മെല്ല്! ഈ പക്വാൻ ബിരിയാണി കഴിക്കണമെങ്കിൽ ബർത്ത്ഡേസോ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ഇപ്പം ചെറിയ ചെറിയ പാർട്ടീസ് ഒക്കെ നടത്തുന്നുണ്ട് വീടുകളിലൊക്കെ. അതെ, കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷൻ, എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും പക്വാൻ ബിരിയാണി ഇതാ ഇക്കയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അതിൽ വിളിച്ചാൽ മതി. അപ്പൊ ഇത് രുചിച്ചിട്ട് വേണം ബാക്കി കാര്യം പറയാം. ശരി, അപ്പൊ നിങ്ങൾ പാക്കിംഗ് നടക്കട്ടെ. കൊച്ചിക്കാരുടെ പക്വാൻ ബിരിയാണി. ആഹാ, എന്താ ചന്തം കാണാൻ, നല്ല സ്മെൽ. ദഖ്നി ചിക്കൻ ഫ്രൈ, ഖജൂർ കി ചട്നി. ഖജൂർ കി ചട്നി, ഖജൂർ എന്ന് പറഞ്ഞാൽ ഡേറ്റ്സ്. അതെ, പട്ടാണികളുടെ ഖജൂർ കി ചട്നി ഇത് കല്യാണത്തിനൊക്കെ മസ്റ്റ് ആണ്. നല്ല ബീഫ് കണ്ടോ, നല്ല വെന്ത ബീഫ്, കുറച്ച് റൈസിൻ്റെ കൂടെ, അതിനൊപ്പം കുറച്ച് സാലഡ്, കുറച്ച് അജൂർക്ക അച്ചാർ പിക്കിള്, പിന്നെ ഈ നാടൻ പിക്കിള്, അങ്ങനെ എല്ലാം കൂടി കൂട്ടി കുഴച്ച് കണ്ടോ അതിങ്ങനെ കൂടി കഴിക്കാം. സൂപ്പർ കേട്ടോ, സത്യം തുറന്നുള്ള അഭിപ്രായമാണ്. ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ ഒരു കള്ളത്തരവും ഇല്ല കേട്ടോ, സത്യസന്ധമായിട്ടാ പറയുന്നത്. അല്ലെ, ഇതില് എന്താ എനിക്ക് കാര്യം, ഞാൻ സാധാരണ ഈ ലോങ് ഗ്രെയിൻ റൈസ് ഞാൻ കഴിക്കും, എല്ലാ ഭക്ഷണവും കഴിക്കും. പക്ഷെ പൊതുവെ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് കോഴിക്കോട് ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. അതെ, പക്ഷെ ഇത് വേറെ ലെവലാ. ഇത്താ സൂപ്പർ ചിക്കൻ ഫ്രൈ ആട്ടോ. അതായത് പക്വാൻ ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ ചോദിച്ച് ഓർഡർ ചെയ്യേ, അടിപൊളിയാട്ടോ. നമുക്ക് ഇങ്ങനെ കഴിച്ചാലേ രസമുള്ളൂ. ഹജൂർക്ക അച്ചാർ കേട്ടോ, ഡേറ്റ്സിന്റെ അച്ചാറാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ കല്യാണി ബിരിയാണിയുടെ കൂടെയാണ് കൊടുക്കുന്നത് അല്ലേ? പട്ടാണീസിന്റെ ഒരു സ്പെഷ്യലാണ് ഈ ഒരു പിക്കിള്.
അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് കൊതി വന്നിട്ടേ കഴിക്കാനും പറ്റണില്ല, ഇവരൊക്കെ ഇവിടെ നിൽക്കുക, അപ്പൊ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൊച്ചിക്കാർക്ക്, അതായത് കൊച്ചി, എറണാകുളം, ഇക്ക പറയുന്ന കൊച്ചിന്ന് മാത്രം പറയല്ലേ എറണാകുളം, ഞങ്ങൾക്ക് എല്ലാം കൊച്ചി കേട്ടോ. അപ്പൊ കൊച്ചിക്കാർക്ക് എല്ലാവർക്കും ഇക്കയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബിരിയാണി, പക്വാൻ ബിരിയാണി ഡെലിവറി മോനാണല്ലോ ചെയ്യുന്ന ഡെലിവറി. ഡെലിവറി ടീമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എത്തുന്നതായിരിക്കും. സൂപ്പർ ബിരിയാണിയാണ്. ഇനി കൊച്ചിക്കാർക്ക് മാത്രമല്ല, വൺസ് നിങ്ങൾ കൊച്ചി വഴി പോകുന്നവർക്കും നിങ്ങൾ തലേ ദിവസം ഒന്ന് ഓർഡർ ചെയ്താൽ മതി അല്ലേ, എത്തിക്കുന്നതായിരിക്കും. അപ്പൊ അടിപൊളി ബിരിയാണിയാണ്. അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.